അനിയെ തള്ളിപ്പറഞ്ഞ് നന്ദു അങ്ങനെ പത്തരമാറ്റിലാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ നയന നന്ദുവിനെ നല്ല രീതിയിൽ തന്നെ ഉപദേശിച്ചിട്ടുണ്ട്. നയന നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ നീ അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത്. അവൻ എങ്ങനെയെങ്കിലും അവന്തികയെ വിവാഹം കഴിച്ച് അങ്ങനെ ജീവിച്ചോട്ടെ നന്ദു. നിനക്ക് അർഹതപ്പെട്ടതല്ല അവനെ വിട്ടുകളഞ്ഞേക്ക് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം നന്ദു നല്ല രീതിയിൽ തന്നെ വേദനിക്കുന്നുണ്ട്. അങ്ങനെ വേദനിച്ച് പോകുന്ന ആ സമയം തന്നെയാണ് നന്ദുവിന് ആ വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുന്നത്. അതായത് വഴിയരികിൽ അനി കാത്തു നിൽക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം നന്ദുവിനെ തടഞ്ഞു നിർത്തിയതിന് ശേഷം അനി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എന്തിനാണ് എന്നെ ഒഴിവാക്കുന്നത്? എന്ത് കാരണം കൊണ്ടാണ് എന്ന് ചോദിക്കുന്നു. അനി, നമ്മൾ നല്ല ഫ്രണ്ട്സാണ്, ഫ്രണ്ട്സായി തന്നെ ഇരുന്നാൽ മതി. വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളൊന്നും ആലോചിച്ച് തലപുണ്ണാക്കേണ്ട ആവശ്യമോ കാര്യമോ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതം ഫ്രണ്ട്ഷിപ്പിൽ മാത്രം ഒതുങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ രണ്ടു പേർക്കും സങ്കടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നീയിപ്പോൾ അവന്തികയെ വിവാഹം കഴിക്കാനായിട്ട് പോവുകയല്ലേ എന്ന് നന്ദു ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ എൻ്റെ പൊന്നു നന്ദു, നീയല്ലാതെ വേറെ ആരെയും ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ നന്ദു പറയുന്നുണ്ട്, എൻ്റെ അനി എൻ്റെ ഏച്ചിയെയും കൂടാതെ തന്നെ എന്നെ സ്നേഹിക്കുന്നവരെയും വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതം ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നീ എന്നെ മറക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു. നമുക്ക് പരസ്പരം നല്ല സുഹൃത്തുക്കളായി തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ അനിയാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഇനി എങ്ങാനും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ നന്ദുവിന് നല്ല രീതിയിൽ തന്നെ പേടിയാവുകയും വിഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദു പറയുന്നുണ്ട്, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നതിൻ്റെ ഫലം നമുക്കൊരുമിച്ച് തന്നെ അനുഭവിക്കാമെന്ന് പറയുന്നതും കാണാൻ കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രേക്ഷകരെ. കൂട്ടുക.